കയ്പമംഗലം നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അതുല്യ ഘോഷാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം സർ. നമസ്കാരം. എവിടെ വരെ എത്തി പ്രചാരണങ്ങൾ? പ്രചരണം ലേറ്റായിട്ടാണ് വന്നത്, പക്ഷേ എങ്കിലും ഞാൻ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റു രണ്ട് സ്ഥാനാർത്ഥിയേക്കാളും വളരെയധികം. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കയ്പമംഗലത്തിലേക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കയ്പമംഗലത്തിന് നൽകാമെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വളരെയധികം പദ്ധതികളുണ്ട് നമ്മൾ മോദി സർക്കാർ നടപ്പാക്കുന്നത്. അതൊന്നും കൃത്യമായി ഇവിടെ എത്തുന്നില്ലല്ലോ. ഇവിടുത്തെ ഭരിക്കുന്നവർ കൃത്യമായി അത് നടപ്പാക്കുന്നുമില്ല. നടപ്പാക്കി എന്തെങ്കിലും നടപ്പാക്കുന്നുണ്ടെങ്കിൽ പേര് മാറ്റി നടപ്പാക്കുന്നു. എല്ലാ പദ്ധതികളും എത്തുന്നില്ലല്ലോ. കുടിവെള്ളത്തിൻ്റെ ആയാലും ഇതായാലും ഇപ്പോൾ കറണ്ടിൻ്റെ ആയാലും ഒക്കെ ഉണ്ടല്ലോ, പല കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ തീരദേശ മേഖലയിൽ ഉള്ള നമ്മുടെ ഇവിടെ അഴീക്കോട് ഹാർബറിന് പ്രശ്നം ഉണ്ട്, തീരദേശ മേഖലയിലുണ്ട്, കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻ്റെ ചിഹ്നം തെങ്ങുന്തോപ്പാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ കേര കർഷകരാണ്, ഇല്ലേ? ശരിയല്ലേ? അവരുടെ സ്ഥിതി എന്താണ്? അതിലൊരു മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മളെക്കാളും കവർ ചെയ്ത് ആദ്യം കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതലും തെങ്ങുണ്ടായിരുന്നു. തെങ്ങും കേരള നാടെന്ന് പറഞ്ഞു. ഇപ്പോൾ തമിഴ്നാട് മാന്ത്രിക്ക് കൊണ്ടുപോയില്ലേ? അപ്പോൾ എന്താ കുഴപ്പം? അത് ആരെ കുഴപ്പമാണത്? 75 വർഷം ഭരിച്ച ഇവിടുത്തെ മാറി ഭരിച്ച സർക്കാരുകളാണ്. അവർ ഭരിച്ചു കഴിഞ്ഞാൽ അവർ 5 കൊല്ലത്തുമ്പോൾ ഇലക്ഷന് മുന്നേ അവർ ജാഥ നടത്തും കാസർഗോഡ് നിന്ന്, പുതിയ യുഗയാത്ര, പിന്നെ പറയും ദരിദ്ര നിർമ്മാർജ്ജനം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്ര 75 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് സാധിക്കാത്ത കാര്യങ്ങളില്ലേ മോദി സർക്കാർ നടപ്പാക്കുന്നില്ലേ? ഇപ്പോൾ അരി കൊടുത്തുല്ലോ, ഇപ്പോൾ 2 മാസത്തെ അരി കൊടുക്കുന്നു. അത് ഇവരല്ലല്ലോ കൊടുക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ്റല്ലേ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ പല പേരും പറഞ്ഞ് മാറ്റിയതാണ്. എന്തെന്നായാലും ഇവിടെ ഒരു മാറ്റമുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ മാറ്റം വേണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കയ്പമംഗലവും മാറും, ഒരു സംശയം വേണ്ട. തുടർച്ചയായിട്ട് LDFൻ്റെ കോട്ടയായിട്ടാണ് അറിയപ്പെടുന്നത് കയ്പമംഗലം. ഇത്തവണ തീർച്ചയായും മാറുമെന്ന് തന്നെയാണ് വിശ്വാസം. അത് അവരുടെ തോന്നലാണല്ലോ. LDFൻ്റെ കോട്ടയാണ് ഒരു തോന്നലാണ്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവും. 9 തീയതി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മാസത്തെ അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കോട്ട എന്നുള്ളത്. ഓരോ കോട്ടകളൊക്കെ തകരാൻ പോകുമല്ലോ, എല്ലാ കോട്ടകളും. കേരളത്തിൽ എത്ര സീറ്റ് NDA നേടുന്നതാണ് കരുതുന്നത്? ഞാനതിന് മുഴുവൻ കൂട്ടി പഠിച്ചിട്ടില്ല. അതിനൊക്കെ നമ്മളെ NDA രാജീവ് ചന്ദ്രശേഖരൻ, തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഈ മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കല്ലേ. സംഗതി സ്റ്റേറ്റിൽ ഉണ്ടെങ്കിലും നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല കൃത്യമായിട്ട്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.